ഇനി നെക്സ്റ്റ് സെക്കൻഡ് ഡെക്കർ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇങ്ങനത്തെ കമ്പുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഉണങ്ങിയിട്ടുള്ള കമ്പുകൾ പല ഷേപ്പിലായിട്ടുള്ളതാണ്, അൺഈക്വൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു ആക്രിലിക് പെയിൻറ്, ഒരു റെഡിഷ് ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. പേൾ മെറ്റാലിക് കളർ അതായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഈ കമ്പുമ്മ ഞാൻ പെയിൻറ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ഇതിൽ ആ കളർ പെയിൻറ് ചെയ്യട്ടെ. അപ്പം നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിതിനെ ഞാൻ ജസ്റ്റ് പെയിൻറ് ചെയ്ത് വെച്ചാൽ ഇത് നമ്മുടെ നേരത്തെ ബെൽറ്റ് പെയിൻറ് തന്നെയാണ്. ഒരു ബോട്ടിലിൻ്റെ ടോപ്പാട്ടോ. ഇതിന് നമ്മൾ ഈ ഓരോരോ സ്റ്റിക്ക് വെച്ച് കൊടുക്കുക കേട്ടോ, ഗ്ലൂ ഗൺ തന്നെ വെച്ചിട്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമ്മളിത് ഈക്വൽ ആയിട്ടല്ല കേട്ടോ, അൺഈക്വൽ ആയിട്ട് തന്നെയാണ് വെക്കുന്നത്. അടുപ്പിച്ച് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഏത് കളർ വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാം. നമ്മളെല്ലാ അതും സ്റ്റിക്കൊക്കെ ഇതിമ വെച്ചിട്ടുണ്ട്. ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കാൻഡിൽ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കാൻഡിൽ ഹോൾഡറായിട്ട് കിട്ടുകയും ചെയ്യും. കാൻഡിൽ നമുക്ക് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടെങ്കിൽ വെള്ള പെന്നോ അങ്ങനെ എന്തെങ്കിലും ഹോൾഡറായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കർ. നെക്സ്റ്റ് ഡെക്കർ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെക്കർ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്ട്രോ വെച്ചിട്ടാണ്. നമ്മൾ ഇന്നിവിടെ സ്റ്റാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്ട്രോ ഉപയോഗിച്ചിട്ട് സ്റ്റാർ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് നമുക്ക് ഒന്ന് സ്ട്രോയിലൊന്ന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെഡ് ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് സ്റ്റാറായിട്ട് ഗം ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അതിന് നമുക്ക് ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ തന്നെയാണ് ആവശ്യം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുറച്ച് ഗ്യാപ്പായിട്ട് കിടക്കുന്ന ഭാഗത്തൊക്കെ ഉണ്ട് ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റാർ കിട്ടും. അപ്പം നമ്മുടെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ എക്സ്ട്രാ കിടക്കുന്ന ഇങ്ങനെ വലിയ ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ പെർഫെക്റ്റ് ആയി.
അപ്പോൾ നമ്മുടെ സ്റ്റാർ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ നമ്മുടെ സ്റ്റാർ? ഇനി നമുക്കിതിനെ ഒന്ന് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിന് റെഡ് ആക്രിലിക് പെയിന്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. റെഡ് കളറാട്ടോ എടുക്കുന്നത്. നമുക്കിതിനെ തന്നെ ഇങ്ങനെ തന്നെ പെയിന്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്റ്റാമ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് റെഡ് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ആക്രിലിക് പെയിന്റ് ആട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഒരു സ്റ്റാർ ആദ്യം ഉണ്ടാക്കിയിട്ട് ഞാൻ നമ്മുടെ ക്രിസ്മസ് ട്രീമെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് 4 ഡെക്കേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ക്രിസ്മസ് ട്രീ, ദെൻ സ്റ്റാർ, പിന്നെ നമ്മുടെ ക്രിസ്മസ് തൊപ്പി, പിന്നെ നമ്മുടെ ഒരു ഡെക്കർ, ഒരു ക്യാൻഡിലൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പോൾ ഇതാണ് നമ്മൾ 4 ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ ഡെക്കർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏത് ഡെക്കറാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എഴുതാം കേട്ടോ. ബൈ.